നമസ്കാരം. എല്ലാവർക്കും സാപ്പിയൻസ് PSC പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മുൻവർഷ ചോദ്യങ്ങളിൽ 75/2021 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളുടെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ പരിചയപ്പെടാനായി പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൽ 5 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്റ്റുകളുമാണ് ചർച്ച ചെയ്യാനായി പോകുന്നത്. വരാൻ പോകുന്ന പരീക്ഷകളിൽ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതിനാലാണ് മുൻവർഷ ചോദ്യങ്ങളിലേക്ക് പോയത്. എന്തായാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 1. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ടേംസ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ലാൻഡ് ഡ്യൂറിംഗ് മുഗൾ ഡേയ്സ്? ഭൂമി എന്ന പദത്തിന് പകരം ഉപയോഗിക്കാത്ത വാക്കേത് എന്നാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം. ഓപ്ഷൻ എ കരോരി, ഓപ്ഷൻ ബി ജാഗിർ, ഓപ്ഷൻ സി പരാതി, ഓപ്ഷൻ ഡി ഇനാം. ഇങ്ങനെയാണ് 4 ഓപ്ഷനുകൾ തന്നത്. ഇതിന്റെ ശരിയായ ഉത്തരം കരോരി എന്നുള്ളതാണ്. ഓക്കെ. മുഗൾ ഭരണകാലഘട്ടത്തിൽ, അതായത് അക്ബറിന്റെ ഭരണകാലഘട്ടത്തിൽ 1,00,000 ഡാമിന് പുറത്ത് വരുമാനമുള്ള ഭൂമിയുടെ റവന്യൂ ഉദ്യോഗസ്ഥന്റെ പേര്, അവിടുന്ന് കരം ടാക്സ് പിരിക്കാനുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്റെ പേരാണ് കരോരി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, അക്ബറിന്റെ കാലത്തുള്ള ഒരു റവന്യൂ ഉദ്യോഗസ്ഥന്റെ പേരാണ് കരോരി. ബാക്കിയുള്ളതെല്ലാം ലാൻഡ് എന്നർത്ഥം വരുന്നതാണ്. ജാഗിർ, പരാറ്റി, ഇനാം എന്നിവ. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കണം കരോരി. ഇനിയും പരീക്ഷകളിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. അടുത്തത്, ഈ അക്ബറിന്റെ ഭരണകാലഘട്ടത്തിൽ ഭൂമിയെ പ്രധാനമായും 4ആയി തരംതിരിച്ചിരുന്നു. ഒന്ന് പൊളാച്ച്. എന്നാൽ എന്താണ് പൊളാച്ച് എന്ന് പറഞ്ഞാൽ? ഫലഭൂയിഷ്ടമായ ഭൂമി, അതാണ് പൊളാച്ച്. ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയാണ് പൊളാച്ച്. അടുത്തതാണ് പറൌട്ടി. ഇടയ്ക്കിടയ്ക്ക് തരിച്ചിടുന്ന ഭൂമിയാണ്. ഇടയ്ക്ക് തരിച്ചിടുന്ന ഭൂമിയാണ് പറൌട്ടി. പിന്നെ ഉള്ളതാണ് ചാച്ചർ. 3-4 വർഷമൊക്കെ തരിച്ചിടുന്ന ഭൂമിയാണ് ചാച്ചർ എന്നറിയപ്പെട്ടു. 5 അതിലധികമോ വർഷം കൂടുതൽ കാലം തരിച്ചിടുന്ന ഭൂമിയാണ് ബഞ്ചർ. ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് കിട്ടും പൊളാച്ച്, പൊളപ്പൻ ഭൂമി. പൊളാച്ച് ഫലഭൂയിഷ്ടമായ ഭൂമി. പറൌട്ടി എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക്. ചാർച്ചർ അല്ലെ, ചാർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ, ചാച്ചർ എന്ന് പറഞ്ഞാൽ 3-4 വർഷം ധരിച്ചിരുന്ന ഭൂമി. ബഞ്ചർ 5 ബഞ്ചർ 5 അതിലധികമോ വർഷം ധരിച്ചിരുന്ന ഭൂമിയാണ് ബഞ്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം ഇവിടെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ? താഴെ പറയുന്നവയിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഷുഗർ ആക്ട് വാസ് റിലേറ്റഡ് ടു അമേരിക്കൻ റവല്യൂഷൻ. ഷുഗർ ആക്ട് അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 1764 ഷുഗർ ആക്ട്. ആ പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്തു വെച്ചോളൂ. 1764 ഷുഗർ ആക്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അമേരിക്കൻ റവല്യൂഷൻ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഗ്രീൻ റിബൺ ക്ലബ് വാസ് അസോസിയേറ്റഡ് വിത്ത് ഇംഗ്ലീഷ് റവല്യൂഷൻ. ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രീൻ റിബൺ ക്ലബ്ബ് ഇംഗ്ലീഷ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ. അപ്പൊ ഈ ഇംഗ്ലീഷ് റവല്യൂഷൻ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പഠിച്ചിട്ട് പോയവർക്കൊന്നും ഈ ഒരു പോയിന്റ് കിട്ടണമെന്നില്ല. അതൊരു വെറൈറ്റി പോയിന്റ് ആയിരുന്നു, നിങ്ങൾ ഓർത്തിരിക്കണം. ഗ്രീൻ റിബൺ ക്ലബ്ബ് വിച്ച് വാസ് റിലേറ്റഡ് ടു ഇംഗ്ലീഷ് റവല്യൂഷൻ. ഓക്കെ. നെക്സ്റ്റ്, തേർഡ്, ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾ were associated with the Chinese Revolution. കറക്റ്റ് ആണ്. ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉപജ്ഞാതാവ് സൻയാത് സെൻ. ഓർത്തു വെച്ചോളൂ, സൻയാത് സെൻ. ചൈനീസ് റവല്യൂഷനുമായി നിങ്ങൾ പഠിക്കുന്ന ഒരു പേരാണ് സൻയാത് സെൻ. ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾ വാസ് അസോസിയേറ്റഡ് വിത്ത് ചൈനീസ് റവല്യൂഷൻ. അത് പഠിച്ചിരിക്കാം. ഓക്കെ. ത്രീ പീപ്പിൾസ് പ്രിൻസിപ്പിൾസ് വാസ് അസോസിയേറ്റഡ് വിത്ത് ചൈനീസ് റവല്യൂഷൻ. അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ സൻയാത് സെൻ. നെക്സ്റ്റ് വൺ, 10 days that shook the world was associated with the French Revolution. തെറ്റാണ്. 10 days that shook the world.
എന്ന പുസ്തകം ജോൺ റീഡിന്റെയാണ്. ജോൺ റീഡ്. റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ബുക്കാണത്. 10 Days That Shook the World എന്ന ബുക്ക് ആരുടേതാണ്? ജോൺ റീഡിന്റേതാണ്. അത് റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ബുക്കാണ്. പോയിന്റ് ക്ലിയർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following statements about UNO is or are not true? UNOയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് നമുക്ക് ഇവിടെ വേണ്ടുന്നത്. UNO was based on the concept of national sovereignty and big power cooperation. ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ പരമാധികാരവും അന്താരാഷ്ട്ര സഹകരണവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംഘടനയാണ്. രാഷ്ട്രത്തിന്റെ പരമാധികാരം, ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പരമാധികാരം ഇന്ത്യ അല്ലെ? അപ്പൊ രാഷ്ട്രത്തിന്റെ പരമാധികാരം, അതുപോലെ എന്താ, അന്താരാഷ്ട്ര സഹകരണം, ഇതായിരുന്നു യുഎൻഒയുടെ ലക്ഷ്യം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 കറക്റ്റ്. നെക്സ്റ്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ പർപ്പസ് ഓഫ് യുഎൻഒ ഈസ് ഡിഫൈൻഡ് ഇൻ ആർട്ടിക്കിൾ 1 ഓഫ് ദ യുഎൻ ചാർട്ടർ. യുഎന്നിന്റെ പർപ്പസ് പറയുന്നത് ആർട്ടിക്കിൾ 1 യുഎൻ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 1 അതും അവിടെ ശരിയായിട്ടുള്ള പോയിന്റ് ആണ്, പഠിച്ചിരിക്കണേ. എന്താണ് യുഎൻഒയുടെ ലക്ഷ്യം? ആർട്ടിക്കിൾ 1 പറയുന്നത് യുഎൻഒയുടെ ലക്ഷ്യം, പർപ്പസ് പറയുന്നത് അന്താരാഷ്ട്ര സമാധാനം, അന്താരാഷ്ട്ര സുരക്ഷ, രാഷ്ട്രങ്ങൾക്കിടയിലെ സൗഹൃദം. ഇതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 1 അപ്പൊ ആ പോയിന്റ് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ലോക വ്യാപാര സംഘടന, ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഓഫ് യുഎൻഒ. നോ, ലോക വ്യാപാര സംഘടന എന്ന് പറയുന്നത് യുഎൻഒയുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ല, ഒരു സ്വതന്ത്ര സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. യുഎൻഒയുമായി സഹകരണം ഉണ്ടെങ്കിലും ഒരു സ്വതന്ത്ര സംഘടനയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. യുഎൻഒയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO, യുനെസ്കോ, ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഇതൊക്കെ യുഎൻഒയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിക്ക് ഉദാഹരണങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആയാലും യുനെസ്കോ ആയാലും WHO ആയാലും ഇതൊക്കെ യുഎൻഒയുടെ സ്പെഷ്യലൈസ്ഡ് ഏജൻസികളാണ്. പക്ഷേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഒരു സ്വതന്ത്ര സംഘടനയാണ്. അപ്പൊ എന്തായി? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, യുഎൻഒ വാസ് ഫോംഡ് ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, വളരെ ശരിയായിട്ടുള്ള. അപ്പൊ ഇതെന്താ? ഇതെല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അന്താരാഷ്ട്ര സമാധാനം നിലനിർത്തുന്നതിനായിട്ടാണ്, സുരക്ഷ നിലനിർത്തുന്നതിനായിട്ടാണ് യുഎൻഒ നിലവിൽ വന്നത് എന്നുള്ളതാണ്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡി. ഈ ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. വിച്ച് വൺ ഈസ് കറക്റ്റ്? ശരിയായിട്ടുള്ളത് ഏത്? ഒന്ന് എന്താ? ടെന്നീസ് കോർട്ട് ഓത്ത് വാസ് റിലേറ്റഡ് ടു ഫ്രഞ്ച് റവല്യൂഷൻ. ദാറ്റ് ഇസ് റൈറ്റ്. ഇത് ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാവുന്ന ഒരു ചോദ്യമാണ്. കാരണം ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർക്കെങ്കിലും എന്ത് ചെയ്യും, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് അവിടുന്ന്. അടുത്തതാണ്, ടൈൽ, തിത്തെ, ഗബല്ലെ were terms denoting taxes prevailed in France during French Revolution. ഫ്രഞ്ച് റവല്യൂഷന്റെ കാലഘട്ടത്തിലെ നികുതികളാണ് ടൈലെ, തിത്തെ, ഗബല്ലെ എന്നിവ. വളരെ ശരിയായിട്ടുള്ളതാണ്. ഇതിൽ ഗബല്ലെ ഉപ്പു നികുതിയാണ്. ഓർത്തു വെച്ചോണേ, ഗബല്ലെ എന്ന് പറയുന്നത് എന്താണ്? ഉപ്പു നികുതിയാണ്. ഉപ്പു നികുതി ഓർത്തു വെക്കണം, ഉപ്പു നികുതിയാണ്. അടുത്തത് ടൈൽ, തിത്തെ എന്ന് പറയുന്നത് ചർച്ചിനും ഗവൺമെന്റിനും ഒക്കെ അടക്കേണ്ട നികുതികളാണ്. അപ്പൊ അതവിടെ ഓർത്തു വെക്കണമല്ലോ. അടുത്ത പോയിന്റ്, ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി വാസ് എ ജേർണൽ ഓഫ് റിബൽസ് ഡ്യൂറിംഗ് ഫ്രഞ്ച് റവല്യൂഷൻ. ദ ഫ്രണ്ട് ഓഫ് അവർ കൺട്രി എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ കാലഘട്ടത്തിലെ ഒരു ജേർണലാണ്. അതും അവിടെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. അതും അവിടെ ശരിയായിട്ടുള്ള ഒരു ഉത്തരം. ഇനി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രൈസ് പർജ് വാസ് കണക്റ്റഡ് വിത്ത് ഫ്രഞ്ച് റവല്യൂഷൻ. അതൊരു പുതിയ വാക്കായിരിക്കാം പലർക്കും. പ്രൈസ് പർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക്. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം എന്ന് പറഞ്ഞാൽ
ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടക്കുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെ പഠിക്കണം. പാർലമെന്റും രാജാവും തമ്മിൽ. രാജാവും പാർലമെന്റും തമ്മിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ തമ്മിൽ തർക്കം നടക്കുന്ന സമയത്ത് രാജാവിനെയും പാർലമെന്റിനെയും സൈഡിൽ ആൾക്കാരുണ്ട്. ഇവർ പാർലമെന്റിൽ അംഗമാണ്. ഇപ്പൊ രാജാവിന്റെ കൂടെ നിൽക്കുന്ന അംഗങ്ങളെ പാർലമെന്റിൽ നിന്നും നീക്കം ചെയ്തു. അവശേഷിച്ച പാർലമെന്റിനാണ് റംബ് പാർലമെന്റ് എന്നറിയപ്പെട്ടത്. ഇങ്ങനെ രാജാവിനോടുള്ള താല്പര്യമുള്ള ആൾക്കാരെ പാർലമെന്റിനും പുറത്താക്കുന്നതിന് നേതൃത്വം കൊടുത്തയാളാണ് കേണൽ തോമസ് പ്രൈഡ്. അതുകൊണ്ടാണ് ഇത് പ്രൈഡ്സ് പർജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു ഫ്രഞ്ച് റവല്യൂഷൻ. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ട വാക്കാണ്. അപ്പൊ നാലാമത്തെ എന്താണ്? തെറ്റാണ് എന്നുള്ളത് അവിടുന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാ? ഓപ്ഷൻ ബി 1, 2 ആൻഡ് 3. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. റീഡ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ബിൽ. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ നോക്കാം. ഒന്ന്, ദ എയിം ഓഫ് ദ ബിൽ ഈസ് ടു പ്രൊവൈഡ് സബ്സിഡൈസ്ഡ് ഫുഡ് ടു ദ പുവർ പീപ്പിൾ ഓഫ് ദ കൺട്രി. രാജ്യത്തെ പാവപ്പെട്ടവർക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. വളരെ ശരിയായിട്ടുള്ളതാണ്. ദ ബിൽ വാസ് ഫസ്റ്റ് ഇംപ്ലിമെന്റഡ് ഇൻ രാജസ്ഥാൻ. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ ആദ്യം നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 2013 രാജസ്ഥാനിൽ ആദ്യം വന്ന ബില്ലാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ. നെക്സ്റ്റ് വൺ, അന്ത്യോദയ അന്ന യോജന ഈസ് എ എക്സ്റ്റൻഷൻ ഓഫ് ദിസ് ബിൽ. അന്ത്യോദയ അന്ന യോജന എന്ന് പറയുന്നത് അന്ന യോജന ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ, ഒരു ലോജിക്ക് വെച്ച് അവിടെ കണക്ട് ചെയ്യാം. ഇത് എക്സ്റ്റൻഷൻ ഓഫ് ദ ബില്ലാണ്, കറക്റ്റ് ആണ് ആ പദ്ധതി. നെക്സ്റ്റ് വൺ, ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് ജോയിൻലി ഓപ്പറേറ്റഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പങ്കാളിത്തത്തിലൂടെയാണ്, ഒരുമിച്ച് നിൽക്കുന്നതിലൂടെയാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അതായത് ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുക, അവ സൂക്ഷിക്കുക, സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം തീരുമാനിക്കുക, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലിയാണ്. സംസ്ഥാനങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിഹിതം തീരുമാനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുന്നതും അത് സൂക്ഷിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണ്. എന്നാൽ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതും റേഷൻ കടകളുടെ നിയന്ത്രണവും റേഷൻ വിതരണവും ഇതൊക്കെ ആരുടെ ചുമതലയാണ്? സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതലയാണ്. അപ്പോ ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് ജോയിൻലി ഓപ്പറേറ്റഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്ന പ്രസ്താവനയും ഇവിടെ ശരിയാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താം. അപ്പൊ നമ്മുടെ ഉത്തരം 1, 2, 3 ആൻഡ് 4 ഓപ്ഷൻ സി. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ 5 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട 2021 ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 5 ചോദ്യങ്ങൾ, അതായത് മൊത്തം 10 ചോദ്യങ്ങൾ നമ്മളിപ്പോ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ക്ലാസ്സും കൂടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടപ്പിലാവുകയുള്ളൂ. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.